ഹായ്, കയ്യിൽ അതിയായ മരവിപ്പ്, ഗ്രിപ്പ് സ്ട്രെങ്ത് കിട്ടുന്നില്ല, എന്തെങ്കിലും പിടിക്കാൻ നോക്കുമ്പോൾ ഗ്രിപ്പ് സ്ട്രെങ്ത് കിട്ടുന്നില്ല. ഇങ്ങനൊരു കംപ്ലയിൻ്റ് ആയിട്ട് പലരും ഒ പിയിൽ വരാറുണ്ട്. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നാണ് ഇതിന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഞരമ്പിനെ ബാധിക്കുന്നതാണ്. കയ്യിലേക്ക് മീഡിയൻ നെർവ് എന്ന് പറഞ്ഞൊരു നെർവ് വരുന്നുണ്ട്. അത് ഇവിടെ കൂടിയാണ് വരുന്നത്. ഇവിടെ ഒരു പാടയുണ്ട്. ആ പാടയുടെ അടിയിൽ കൂടിയാണ് മീഡിയൻ നെർവ് വരുന്നത്. അത് ഇവിടെ നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്നതും ഈ കാണുന്ന ഈ വണ്ണത്തിലുള്ള മസിലിനെ സപ്ലൈ ചെയ്യുന്നതുമാണ്. എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പല കണ്ടീഷൻസിൽ ഈ പാടയുടെ അടിയിൽ ഒരു പാലത്തിനടിയിൽ വെള്ളം പോകുന്ന പോലെയാണ് ഈ ഞരമ്പ് പോകുന്നത്. അപ്പോൾ അവിടെ നീര് കെട്ടിയോ അല്ലെങ്കിൽ ആ പാട കട്ടിയാവുകയോ ചെയ്യുമ്പോൾ ഞരമ്പിലേക്ക് പ്രഷർ വരും. ഞരമ്പിലേക്ക് പ്രഷർ വരുമ്പോൾ കൈ തരിക്കും, ഇവിടുത്തെ മസിലിൻ്റെ സപ്ലൈ കുറയും. അപ്പോൾ ഇതിൻ്റെ ഈ ഇരിക്കുന്ന വണ്ണം അതങ്ങ് പരക്കും. എന്നുവെച്ചാൽ അത് മസിലിൻ്റെ ആക്ടിവിറ്റി കുറയും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമുക്ക് ഗ്രിപ്പ് സ്ട്രെങ്ത് കിട്ടില്ല. കയ്യിലെപ്പോഴും മരവിപ്പ്. യൂഷ്വലി വീട്ടമ്മമാരിലും അല്ലെങ്കിൽ റെഗുലറായിട്ട് വൈബ്രേറ്റിംഗ് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരിലുമൊക്കെയാണ് കാണുന്നത്. ബാർബർമാരിൽ, അങ്ങനെ മസാജ് ചെയ്യുന്ന ആൾക്കാരിലൊക്കെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്യുന്ന ആൾക്കാർ, മെക്കാനിക്സ്, അവരിലൊക്കെയാണ് കാണുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞരമ്പിന് പ്രഷർ വരുന്നതാണ്. അപ്പോൾ നമുക്കിതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ്? നമ്മൾ ഉടുപ്പ് ടൈറ്റാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ തുന്നൽ വിട്ടുകൊടുക്കും. അതേപോലെ തന്നെ ഈ ടൈറ്റായിരിക്കുന്ന സ്പേസിനെ നമുക്ക് വിട്ടുകൊടുക്കാൻ എങ്ങനെ? ഈ തൊലിയുടെ അടിയിലാണ് ഈ പാട ഇരിക്കുന്നത്. പതുക്കെ ഈ തൊലി തുറന്ന് ആ പാട അങ്ങ് വിട്ടുകൊടുക്കും. അപ്പോൾ ഞരമ്പ് ശ്വാസം എടുക്കാൻ പുറത്തേക്ക് വരും. ആ ഞരമ്പിലുള്ള പ്രഷർ മാറും. ഇതൊരു ചെറിയ പ്രൊസീജിയറാണ്. ഒരു മരവിപ്പിച്ച് ചെയ്യുന്നതാണ്. രാവിലെ ചെയ്ത് വൈകുന്നേരം പോകാൻ പറ്റുന്നൊരു പ്രൊസീജിയറാണ്. അതിനെ നമ്മൾ ആ ലാഘവത്തിലെടുത്ത് ഒരു മരവിപ്പ് ഇതൊക്കെ വരുമ്പോൾ വന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ആ ട്രീറ്റ്മെൻറ്റിന് അതാണ് പറയുന്നതെങ്കിൽ അതങ്ങ് എടുക്കുന്നതാണ് അതിന് നല്ലത്. അത് വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഞരമ്പിനെ അത് നമ്മൾ ചോക്ക് ചെയ്യുന്നതനുസരിച്ച്, അതിന് പ്രഷർ കൂടുന്നതനുസരിച്ച് ഇവിടെയുള്ള ഞരമ്പിൻ്റെ സപ്ലൈനെ അത് ബാധിക്കും. നമ്മുടെ കൈയിൻ്റെ ആക്ടിവിറ്റീസിനെയും നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത്തിനെയും എല്ലാം അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോക്കലായ ഡോക്ടറിനെ കണ്ട്, ഓർത്തോപീഡീഷ്യനെ കണ്ടിട്ട് അതിനുള്ള കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് എടുക്കും. താങ്ക് യു.